42 വർഷക്കാലം PC ജോർജിൻ്റെ ആളായിട്ട് വലങ്കയായിട്ട് നടന്നയാളാണ്. പുള്ളി ചീഫ് വിപ്പായിരുന്ന സമയത്ത് പുള്ളിയുടെ സ്റ്റാഫിലും ഉണ്ടായിരുന്നു, ശമ്പളം മേടിച്ചുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ പുള്ളി കുറേ നാളുകൾക്ക് മുമ്പ് ഈരാറ്റുപേട്ടയിൽ ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സെക്കുലർ പാർട്ടിയുടെ ഒരു കമ്മിറ്റി വിളിച്ചായിരുന്നു. അന്ന് ഈരാറ്റുപേട്ടയിൽ 182 പേര് ഒന്നിച്ച് കൂടി ഒരു കമ്മിറ്റി കൂടിയതാണ്. സാധാരണ അങ്ങനെ 152 190 കൂടിക്കൊണ്ടിരിക്കുന്ന പതിവാണ്. അവിടെ കൂടി തീരുമാനങ്ങൾ, പുള്ളിയുടെ തീരുമാനം ഞങ്ങളെല്ലാം ഓരോരുത്തരോടും വിളിച്ച് ചോദിച്ചു എന്താ നിലപാട്. അപ്പം ഞങ്ങളെല്ലാം കുഞ്ഞുവാനെ എന്നാണ് ഇയാളെ വിളിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞുവാനെ ഇത് രക്ഷപ്പെടാൻ പോകുന്നില്ല, ഈരാറ്റുപേട്ടയിലെ മുസൽമാൻ NDA മുന്നണി ചേരുക എന്നാൽ ഒരാൾ പോലും കൂട്ടത്ത് കാണുകയില്ല. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി അവസാനിക്കും. അതുകൊണ്ട് ഈരാറ്റുപേട്ടയിലെ മുസൽമാൻ ഒരു കാരണവശാലും കുഞ്ഞുവാനെ സപ്പോർട്ട് ചെയ്യുകയില്ല. അതുകൊണ്ട് ഈ പരിപാടിയിൽ നിന്നും പിന്തിരിയണം എന്ന് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ആവശ്യപ്പെട്ടു. ഉടനെ പുള്ളി ഞങ്ങളോട് പറഞ്ഞ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലല്ല, ഞാൻ കേന്ദ്രമന്ത്രിയാവും. ഞാൻ ഈരാറ്റുപേട്ടയിലെ 5-6 കാക്കാമാരെ കണ്ട് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് പോകാൻ പറ്റിയല്ല, ഞാൻ കേന്ദ്രമന്ത്രി ആകുമെന്ന് പുള്ളി പറഞ്ഞ് ആ യോഗം ഞാനായിരുന്നു മണ്ഡലം പ്രസിഡന്റ്. ഞാൻ യോഗം പിരിച്ചു വിടുകയും ചെയ്ത് ഞങ്ങൾ 4 വഴിക്ക് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ ഈ സംഭവവികാസങ്ങൾ കൂടുതലുണ്ടാകുന്നു. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം 1980 ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളെ ഈരാറ്റുപേട്ട പഞ്ചായത്ത്, അന്ന് പഞ്ചായത്തായിരുന്നു, പഞ്ചായത്തിൽ വോട്ട് എണ്ണിക്കൊണ്ടിരുന്നപ്പം 1000 വോട്ടിൻ്റെ പുറകിലായിരുന്നു PC ജോർജ്. മറ്റുള്ള പഞ്ചായത്ത് എണ്ണിക്കൊണ്ടിരുമ്പോൾ 1000. ഈരാറ്റുപേട്ട എണ്ണിക്കൊണ്ടിരുന്നപ്പം PC ജോർജിൻ്റെ കാർന്നൊരു അച്ഛൻ ചാക്കോ എന്ന് പറയും, ചാക്കോയും എല്ലാം കൂടെ എഴുന്നേറ്റ് തോറ്റുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കരീം സാഹിബ് എന്ന് പറഞ്ഞൊരു നേതാവുണ്ടായിരുന്നു, ഈരാറ്റുപേട്ട മുസ്ലിം ലീഗ് നേതാവായിരുന്നു, ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. പുള്ളി പറഞ്ഞു, ചാക്കോ ഈരാറ്റുപേട്ട എണ്ണി തീർന്നിട്ടില്ല, ചാക്കോ ധൈര്യമായിട്ടിരുന്നോ, ഈരാറ്റുപേട്ട എണ്ണുമ്പം PC ജോർജ് ജയിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 1003 വോട്ട് ഇവിടെ ഭൂരിപക്ഷം കൊടുത്ത് ഈരാറ്റുപേട്ടയിൽ പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ MLA ആക്കിയത് ഈരാറ്റുപേട്ടയിലെ മുസ്ലിം സഹോദരന്മാരാണ്. അന്ന് മുതൽ മുസ്ലിങ്ങളുമായിട്ട് പുള്ളിക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നു, ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അടുപ്പമുണ്ടായിരുന്നു. അത് 2-3 വർഷക്കാലം ഇങ്ങനെ MLA ആയിട്ട് പോയി, 5 വർഷമായി 10 വർഷമായി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് റംസാൻ മാസം വരും. മാസത്തിൽ പുള്ളിക്ക് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് 30 നോയമ്പാണ്, നിങ്ങൾക്കറിയാമല്ലോ. പുള്ളിക്ക് 60 നോയമ്പാണ്. കാരണം നോമ്പ് തുറക്കാൻ സമയത്ത് പുള്ളിയെ വിളിക്കും. ഇപ്പം ഞാൻ നോമ്പ് തുറക്കാൻ സമയത്ത് പുള്ളിയെ വിളിച്ചെങ്കിൽ എൻ്റെ അടുത്ത അയൽവാസി വിളിക്കും രാത്രി 10 മണിക്ക്. അപ്പോൾ തറാവി നമസ്കാരം കഴിഞ്ഞ് വരുമ്പം രാത്രി 10 മണിക്ക് പുള്ളിയുടെ മകൻ, ഭാര്യ, 2 മക്കൾ, മരുവളൊന്നുമില്ല, വരും, നോമ്പ് തുറക്കും, പോകും, ബാക്കിയുള്ളത് കൊണ്ടുപോകുമായിരുന്നു പിറ്റേ ദിവസം രാവിലെ കഴിക്കാൻ. മട്ടൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. ക്രിസ്ത്യാനി മട്ടൻ വയ്ക്കുന്നതിനേക്കാളും കൂടുതൽ രുചിക്ക് വയ്ക്കുന്ന നമ്മുടെ മുസ്ലിം സ്ത്രീകളാണ്. അവരെ തേങ്ങയൊക്കെ വറുത്തരയ്ക്കും, അത് പുള്ളിക്ക് വലിയ ഇഷ്ടമാണ് കറി. അങ്ങനെ നോമ്പ് തുറക്കാനൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന വ്യക്തി ഒരു സുപ്രഭാതത്തിൽ മുസ്ലിമിനെ തള്ളിപ്പറയാൻ തുടങ്ങിയപ്പോൾ ഈരാറ്റുപേട്ട മുസ്ലിമാനും പുള്ളി തള്ളിപ്പറയാൻ തുടങ്ങി. അങ്ങനെയാണ് സംഭവിച്ചത്. അല്ലാതെ അന്ന് മുസ്ലിമിന് ഈരാറ്റുപേട്ട മുസ്ലിമാനെല്ലാം പുള്ളിയെ വലിയ കാര്യമായിട്ട് കൊണ്ടുനടന്ന് പുള്ളി അവസാനം മോശമായിട്ട് മുസ്ലിമിനോട് പ്രവർത്തിക്കാൻ തുടങ്ങി. അതോടുകൂടി പുള്ളിയുമായിട്ട് വെറുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇല്ല, ഞാൻ PC ജോർജുമായിട്ട് 2.5 വർഷമായിട്ട് PC ജോർജുമായിട്ട് സംസാരിച്ചില്ല, അടുപ്പമില്ല. പുള്ളിയുടെ ഭാര്യയുമായിട്ട് സംസാരിക്കും. എതിർപ്പാ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം, മകനും എല്ലാം എതിർപ്പായിരുന്നു. ഇപ്പോൾ ഈ സാമ്പത്തികത ഒന്നുകൂടിയപ്പം മക്കൾക്ക് മകനെതിരില്ല, ബാക്കി എല്ലാവർക്കും എതിരുണ്ട്. പക്ഷേ PC ജോർജിനെ നശിപ്പിച്ചത് ഈ ഒരൊറ്റ മകനാണ്. രണ്ടാമത്തവൻ ഡോക്ടറാണ്, അവനിതിനൊന്നും ഇല്ലാത്തവനാണ്. ഈ ഷോൺ ജോർജാണ് PC ജോർജിനെ നശിപ്പിച്ചത്. അങ്ങനെ പറയാൻ കാര്യം, ഷോൺ പൈസയുടെ പുറകെ പോയി, ഈ വർഗീയതയുടെ പുറകെ പോയി, പുള്ളി കാസായുമായിട്ട് പോയി. PC ജോർജിന് അത്ര വർഗീയത ഒന്നും ഇല്ലായിരുന്ന ആളാണ്. കാരണം എല്ലാവരെയും തോളിൽ തട്ടി, ആര് മരിച്ചാലും എൻ്റെ വീട്ടിൽ പോവും, ആര് കല്യാണം പിടിച്ചാലും എൻ്റെ വീട്ടിൽ പോവും. എൻ്റെയൊക്കെ മോൻ്റെയും മോടെ കല്യാണത്തിനൊക്കെ 3 ദിവസം, വെള്ളി ശനി ഞായർ 3 ദിവസം വരുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ അയൽവക്കത്തല്ല, ഇതെൻ്റെ അയൽവാസിയാണ്, അവൻ്റെ വീട്ടിലും ഞങ്ങളുടെ വീട്ടിലും എല്ലാം ഇങ്ങനെ പുള്ളി പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഏത് സുപ്രഭാതത്തിൽ പുള്ളി ഇങ്ങനെ കേന്ദ്രമന്ത്രിയാവുമെന്നുള്ള വിശ്വാസത്തിൽ പുള്ളി അങ്ങോട്ട് പോയി മുസൽമാനെ തെറി പറഞ്ഞുകൊണ്ട് പോയി. പുള്ളിയുടെ രാഷ്ട്രീയ അധികാരം നോക്കി പുള്ളി. ഉപകാരമൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് പറയാൻ പറ്റിയല്ല, പുള്ളി ഉപകാരിയായിരുന്നു. അതെ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റിയല്ല. ഇപ്പോഴും പുള്ളി പെൻഷൻ മേടിക്കുന്നത് ഈരാറ്റുപേട്ടയിലെ മുസ്ലിമിനെ കൊണ്ടാണ്. കാരണം ആദ്യം എന്നുള്ള ഈരാറ്റുപേട്ടയിലെ മുസൽമാൻ 1003 വോട്ടിന് ജയിപ്പിക്കുന്ന പുള്ളി 80. അതോടുകൂടിയാണ് പുള്ളി കയറി വരുന്നത്. അപ്പോൾ ഇന്നും പെൻഷൻ മേടിക്കുന്നത് ഈരാറ്റുപേട്ടയിലെ മുസൽമാനെ കൊണ്ടാണ്. മറ്റുള്ള ഒരു മേഖലയിലും പുള്ളിക്ക് ലീഡ് കിട്ടിയില്ല. ഈരാറ്റുപേട്ട കൊണ്ടാണ് പുള്ളി ആദ്യം ജയിക്കുന്നത്. എനിക്ക് പെൻഷനില്ല, ഞാൻ 9 മാസമേ വർക്ക് ചെയ്തുള്ളൂ. സ്റ്റാഫായിട്ട് 9 മാസമേ വർക്ക് ചെയ്തുള്ളൂ. രാജിവെക്കേണ്ടി വരും. അതോടുകൂടി പോയി. പിന്നെ പുള്ളി
ഓരോരുത്തരെയും മോശമായി തെറി വിളിക്കുമായിരുന്നു. തീർത്തുന്ന എന്നെ തെറി വിളിക്കില്ല, കാരണം എന്നെ ഒന്ന് തെറി വിളിച്ചാൽ ഞാൻ 100 പ്രാവശ്യം വിളിക്കും. ഞങ്ങളങ്ങനെ അയൽവക്ക് ബന്ധമായിരുന്നു, അല്ലാതെ രാഷ്ട്രീയ ബന്ധമല്ല. എൻ്റെ വീട് ചേർത്ത് 3ാമത്തെ വീടാണ്. അങ്ങനെയുള്ള ബന്ധമായിരുന്നു. ഓരോരുത്തരെയും മോശമായ രീതിയിൽ തന്തയ്ക്കും തള്ളയ്ക്കും കുഴി കിടക്കുന്ന അമ്മയ്ക്ക് വരെ വിളിച്ചിട്ടുണ്ട്. പുള്ളി വിളിക്കുമായിരുന്നു. ഇല്ല ഇനി പുള്ളിക്ക് ഈ ഭാവി അരീത്തറപ്പള്ളി കല്ലറയിലേ ഉള്ളൂ. വേറെ ഒരിടത്തും ഒരു ഭാവിയും പുള്ളിക്കില്ല. BJPയും തള്ളിക്കളഞ്ഞ്. ഇന്നലെ പുള്ളി കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതുപോലെ രാഷ്ട്രീയ നേതാവാനുള്ള യോഗ്യതയില്ലെന്ന്. അതോടുകൂടി തീർന്നില്ലേ? ഷോൺ ജോർജിന് ഒരു ഭാവിയില്ല. പുള്ളിയായിട്ട് ഷോൺ ജോർജിൻ്റെ ഭാവിയും കളഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അന്നത്തെ ആ സാഹചര്യത്തിൽ ജയിച്ചെന്നുള്ളതേ ഉള്ളൂ. ഇനി ഒരു ജില്ലാ പഞ്ചായത്തിൽ അവിടെ നിന്ന് ജയിക്കാൻ ഒരിടത്തുനിന്ന് ജയിക്കാനില്ല. ഇരുമുന്നണിയും തോപ്പിച്ചില്ലല്ലോ. ശരിയാ, ഇരുമുന്നണിയും തോപ്പിച്ചുകൊണ്ട് തന്നെ ജയിച്ചത്. അന്ന് അവിടെ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ നല്ല സ്വാധീനം ഉണ്ടായിരുന്നു. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിലുണ്ടായിരുന്നു, തീക്കോയിലുണ്ടായിരുന്നു. 4 വർഷമുള്ളൂ. അത് പോയില്ലേ. അന്ന് ആ സാഹചര്യം, അന്ന് PC ജോർജ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച പോലെയല്ലേ പുള്ളി അന്നുണ്ടായിരുന്നു. ഒരു 2 മുന്നണിയിലും ഇല്ലായിരുന്നു. അപ്പോൾ ഈ ലോക്സഭാ ഇലക്ഷനിൽ ഷോൺ ജോർജോ PC ജോർജോ മത്സരിച്ചിരുന്നെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചെങ്കിൽ എന്താകുമായിരുന്നു? അമ്പേ പരാജയപ്പെടുമായിരുന്നു. അനിൽ വന്നു കഴിഞ്ഞപ്പോൾ അത്രയും വോട്ട് പുള്ളിക്ക് കിട്ടുകയല്ല. പുള്ളിക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനി മുഴുവൻ എതിരായി പോയില്ലേ. പുള്ളി പറയുന്നത് ഈ നിയോജകമണ്ഡലത്തെ മുഴുവൻ ക്രിസ്ത്യാനിയും പുള്ളിയുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരു 100 ക്രിസ്ത്യാനിയുടെ കൂടുതൽ വോട്ട് പുള്ളിക്കില്ല. പിന്നെ വർഗീയത വന്നപ്പോൾ കുറേ ക്രിസ്ത്യാനി പുള്ളിയെ സഹായിക്കുന്നുണ്ട്, അതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ല, ഇപ്പോൾ പറയുന്ന ക്രിസ്ത്യാനികളുടെ ഒരു ബിഷപ്പിന്റെ അടുത്ത ആളാണ്. അടുത്തയാളെന്ന് പറഞ്ഞാൽ പുള്ളി ഏത് കാലത്താണ് ബിഷപ്പിന്റെ ആളല്ലാതിരുന്നത്? എല്ലാ കാലത്തും പുള്ളി ബിഷപ്പിന്റെ ആളായിരുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ ജോയി എബ്രഹാം മത്സരിക്കുമ്പോൾ ബിഷപ്പും പാലാ ബിഷപ്പും ഒക്കെ PC ജോർജിനെതിരായിരുന്നു. അന്നത്തെ കാലത്ത് എതിരായിരുന്നു. അന്ന് മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായിട്ട് കൂട്ടത്ത് നിന്ന് ഒറ്റക്കെട്ടായിട്ട് കൂട്ടത്ത് നിന്ന്. അപ്പൊ അങ്ങനെയാണ് 1200 വോട്ടിന്. അതെ മുസ്ലിം സമുദായമാണ് വളർത്തിയിരിക്കുന്നത്. അതെ, മുസ്ലിം സമുദായം PC ജോർജിനെ വളർത്തിയിരിക്കുന്നത്. ഇനി PC ജോർജിനെ വളർത്താൻ മുസ്ലിം സമുദായം തയ്യാറാകുകയല്ല. നിങ്ങളൊക്കെ അടുത്ത് നിൽക്കുന്നവരുമായിട്ടൊക്കെ വിചാരിച്ചു രമ്യതയ്ക്ക് സാധ്യതയില്ല. അല്ല, ഞങ്ങൾ രമ്യതയ്ക്ക് പറഞ്ഞു കൊടുത്തല്ലോ. ഒരു കാരണവശാലും മാറ്റം ഉണ്ടാകുകയല്ല. ഇനി മാറ്റം ഉണ്ടാകുകയല്ല. അല്ല, അതായിരുന്നു. പക്ഷെ പുള്ളി ഇനി മാറ്റം ഉണ്ടാകുകയല്ല. ഇവിടുത്തെ മുസൽമാൻ സഹായിക്കുകയല്ല പുള്ളിയെ. അല്ല, പുള്ളിയോട് മനഃപൂർവ്വം മുസ്ലിം സമുദായം അകലാൻ ശ്രമിക്കുന്നുണ്ടോ? അകലാൻ ശ്രമിക്കുന്നൊന്നുമില്ല. പുള്ളിയെ കല്യാണമൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആരും കല്യാണം വിളിക്കുകയല്ല. ഇപ്പം പുള്ളി ഇത് പറയാൻ കാര്യം, പുള്ളിയുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, സുൽത്താൻ എന്ന് പറഞ്ഞു, VA സുൽത്താൻ എന്ന് പറഞ്ഞ മരിച്ചുപോയി. പുള്ളിയുടെ അനിയൻ പെട്ടെന്ന് കഴിഞ്ഞ ഒരു മാസം മുമ്പ് മരിച്ചപ്പം 10,000 ആൾ കൂടി. പുള്ളി ആ പള്ളിയിലോട്ട് കയറി പോകുന്ന വഴിക്ക് കൈയും കെട്ടി ഇങ്ങനെ നിന്ന്. പുള്ളിയുടെ അടുത്ത് ഒരു മനുഷ്യൻ മിണ്ടിയിട്ടില്ല. അപ്പോൾ അതോടുകൂടി പുള്ളിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി. ഇങ്ങനെയാണ് വിഷമം ഉണ്ടാകുന്നതൊക്കെ ഇങ്ങനെയാണ് പുള്ളിക്ക്. ഇപ്പോൾ പൂഞ്ഞാറിൻ്റെ ജനനായകൻ സബാഷ്യം കുളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്യുന്നു, അല്ലെ കടന്നു വരുന്നു എന്ന് പറയുമ്പം പുള്ളിക്ക് അന്ന് ഭ്രാന്തളകുക. അതാ സംഭവിക്കുന്ന മുഴുവൻ അങ്ങനെയൊക്കെയാണ്. മുസ്ലിം ചെറുക്കനായിരുന്നു. അവന് ഈസ്റ്റ് ഓപ്പറേറ്റീവ്. അവൻ 19 വർഷക്കാലം വണ്ടി തല്ലി. അവൻ പറയുന്ന മുഴുവൻ തെറിയും കേട്ടിട്ടുണ്ട്, വണ്ടി കഴുകിയിട്ടുണ്ട്, വീട്ടിൽ സാധനം മേടിച്ചിട്ടുണ്ട്, ഇത് മുഴുവനും ചെയ്തിട്ടുണ്ട്. അവസാന നിമിഷത്തിൽ അവന് ഈസ്റ്റ് ഓപ്പറേറ്റീവ് ബാങ്കിലെ ഡ്രൈവറായിട്ട് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് തലേ ദിവസം പറ്റിച്ച് ജോലി കൊടുത്തില്ല. മുസൽമാൻ എന്ന നിലയ്ക്ക് ജോലി കൊടുത്തില്ല. അതുകൂടാതെ തന്നെ വേറൊരു കാര്യം കൂടെ. അപ്പോൾ ഒരു മുസൽമാന് വേറൊരു ജോലി കൊടുത്തിട്ടുണ്ട്, ഈസ്റ്റ് ഓപ്പറേറ്റീവ് ബാങ്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് സുൽത്താൻ്റെ ചേട്ടൻ്റെ മോനെ ഹാഷിം എന്ന് പറഞ്ഞവന് ഇവിടെ ജോലി കൊടുത്തിട്ടുണ്ട്. പുള്ളി ഇല്ലെന്ന് പറയാൻ പറ്റുകയില്ല. 2 ഈസ്റ്റ് ഓപ്പറേറ്റീവ് ബാങ്കിൽ 3 മുസ്ലിങ്ങൾക്ക് പുള്ളി ജോലി കൊടുത്തിട്ടുണ്ട്. എന്നല്ല, കാഞ്ഞിരപ്പള്ളിയിലും ഈരാറ്റുപേട്ടയിലും ഒക്കെ ആയിട്ട് 3 മുസൽമാന്മാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അന്ന് മുസൽമാന്മാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു, നല്ലവനായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലവനായിരുന്നു. സുൽത്താൻ, ജോയി, ലൂക്ക ഇങ്ങനെ പറയുന്ന കുറേ ആൾക്കാരായിരുന്നു പുള്ളിയെ സഹായിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞൊക്കെ ഞങ്ങളൊക്കെ കൂടുന്നത്. കടന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ, അരീത്തറപ്പള്ളിയിൽ പോവുകയാണെങ്കിൽ പുള്ളിക്ക് ഒരു 2 മണിക്കൂർ കൊണ്ടേ പോക്ക് നടക്കുള്ളൂ. ആൾക്കാരെല്ലാം പൊതിയുമായിരുന്നു. വഴി നീളം നിന്ന് പൊതിയുമായിരുന്നു. എവിടെ ഒരു ചായക്കട കയറി, ഏതൊരു കടയിൽ കയറിയാലും മാനേജ് സീറ്റിൽ കയറി ഇരുന്ന ഒരു സിഗരറ്റും വലിച്ച് ഒരു ചായയും കുടിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു കടയിലും ആരും കയറ്റുകയല്ല. ആ രീതിയിലോട്ട് പോയി. ഉണർന്നു രാഷ്ട്രീയത്തിൽ വരാൻ ഈരാറ്റുപേട്ട ഒരു കാരണവശാലും പുള്ളിയുടെ കൂടുതൽ കൂടുകയല്ല. പുള്ളറിഞ്ഞ് പറഞ്ഞ പുള്ളി അധികാരത്തിന് വേണ്ടി പുള്ളി പറഞ്ഞതാണ്. BJPയുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി. നമ്മൾ സ്നേഹിച്ചില്ലെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പുള്ളി മുസ്ലിം സമുദായത്തെ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്. പള്ളിയിൽ കൊത്തുവാവുന്നവരെ കണ്ടിട്ടുണ്ടോ? അവിടെ പുള്ളി കയറി ഇരുന്നിട്ടുണ്ട്. ഈ പള്ളി ഉദ്ഘാടനത്തിന് ആദ്യം വിളിക്കുന്നത് PC ജോർജിനെയായിരുന്നു. ആദ്യം ഈരാറ്റുപേട്ടയുടെ ഒരു മുസൽമാൻ്റെ കല്യാണത്തിന് ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത് PC ജോർജിനെയായിരുന്നു. അങ്ങനെയായിരുന്നു ഈരാറ്റുപേട്ടയിലെ മുസൽമാന്മാർ PC ജോർജിനെ കൊണ്ടുവന്ന ഉള്ളം കൈക്കകത്തായിരുന്നു. പുള്ളി തിരിച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പുള്ളി പലരെയും സഹായിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. വർഗീയത എങ്ങനെ കടന്നുകൂടി എന്നുള്ളത് നമുക്കറിയത്തില്ല. പഴയ ആളെന്നുള്ള നിലയിൽ ഇപ്പോൾ PC ജോർജ് വിളിച്ചാൽ എങ്ങനെയിരിക്കും? എന്നെ വിളിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോയത് LDF-നും UDF-നും വേണ്ടെന്ന് പറഞ്ഞില്ലേ?
ഇപ്പം BJP വേണ്ടെന്ന് പറയാൻ പോവുക. നമുക്കറിയാം, നമ്മൾ പത്രം വായിക്കുന്നവരൊക്കെയാണല്ലോ. ഇങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ വരുമ്പോൾ BJP അത് മുതലാക്കാൻ സാധ്യതയില്ലേ? മുതലാക്കാൻ സാധ്യതയില്ല. കാരണം പുള്ളിയുടെ കൂട്ടത്ത് ആരും പോയിട്ടില്ല, BJP പോയിട്ടില്ല. ആർക്കും ഒരു സ്ഥാനമാനങ്ങൾ ഒരിടത്തും കൊടുത്തിട്ടില്ല. ഇപ്പോൾ തെടനാട് പഞ്ചായത്തിൽ 1-2 പേർക്കോ യൂത്ത് ഫ്രണ്ടിൻ്റെ പിള്ളേർക്ക് ആർക്കോ സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ സംസ്ഥാന ലെവലിൽ ഒരിടത്ത് പോലും സ്ഥാനമാനങ്ങൾ കൊടുത്തിട്ടില്ല. ഇല്ല.